നിങ്ങൾ കൊണ്ടുവന്ന 50,000 കൊണ്ട് എന്റെ കാര്യം നടക്കില്ല. ചുരുങ്ങിയ 4 ലക്ഷം രൂപയെങ്കിലും വേണം. ജയ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. യെസ്, ഞാനാ സത്യരാജ്. നീ എവിടുന്നാ വിളിക്കുന്നത്? നിങ്ങൾ എന്നെ കൊണ്ട് പൂട്ടിയിട്ട ഇല്ലെന്ന് തന്നെ. ഇവിടേക്ക് ടെലിഫോൺ അപ്ലൈ ചെയ്ത് വാങ്ങിക്കാൻ പ്രയാസമാണെന്നല്ലേ പറഞ്ഞത്? അത് ഞാൻ തന്നെ സംഘടിപ്പിച്ചു. എങ്ങനെ? ഞാൻ വിശ്വസിക്കില്ല. മിസ്റ്റർ, നിങ്ങളൊരു ക്രിമിനൽ ലോയർ ആണെങ്കിൽ ഞാനൊരു പക്ക ക്രിമിനലാ. എന്റെ ബുദ്ധിയെ നിങ്ങൾ അളക്കരുത്. അതുകൊണ്ടാണല്ലോ ജനം എന്നെ ആരാധിക്കുന്നത്. അതിരിക്കട്ടെ, എന്റെ കാര്യം എന്തായി? ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് കുടിയിരുത്തിയതുകൊണ്ടായില്ലല്ലോ. ഉടനെ എല്ലാം ശരിപ്പെടും. ഞാൻ ഏറ്റുന്നേ. ശരി. ജയൻ, ആ എസ്റ്റേറ്റ് കണ്ടപ്പോ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് വാങ്ങിക്കാൻ? അത് വിശ്വസിച്ച് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു. അന്ന് ചാക്കോച്ച മുതലാളിയെ വെടിവെച്ച് കൊല്ലുമെന്ന് ആരെങ്കിലും കരുതിയോ? എന്റെ കാശ് അങ്ങേരുടെ കൈ പെട്ടുപോയി. ആ പാലത്തിന്റെ പണിയിലും വന്നു നഷ്ടം. എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾക്ക് പണം തരാൻ നോക്കുവോ? അത് പറ. ഈ നിലയിൽ ലക്ഷങ്ങൾ തരാൻ എന്റെ കയ്യിലില്ല. 50,000 ആയിട്ട് എനിക്ക് വേണ്ട. ഉലുവയായിട്ട് വന്നിരിക്കുന്നു ദരിദ്രവാസി. ഞാനൊരു പിച്ചക്കാരനാണെന്ന് കരുതിയോ നിന്റെ തന്ത? യോഗ്യനാണെന്ന് ധരിച്ചതാ തെറ്റിയത്. എന്താ നീ പറഞ്ഞത്? അല്ലെങ്കിൽ അത്രയേറെ സ്ത്രീധനം തന്നെ നിങ്ങളുടെ കൂടെ ഇറക്കി വിടില്ലായിരുന്നു. പിന്നെയും കാറിനും എസ്റ്റേറ്റിനും വേറെ എത്ര ആവശ്യം പറഞ്ഞ് നിങ്ങൾ വാങ്ങിച്ചു? ഇപ്പോഴും ചോദിക്കുന്നത് ലക്ഷങ്ങളല്ലേ? നാണമില്ലാതെ. കല്യാണത്തിന് മുമ്പ് പോലീസ് ഇൻസ്പെക്ടർ കൂടെ അഴിഞ്ഞാടിയ നീയാണടി നാണം കെട്ടവൾ. എനിക്ക് കഞ്ഞിക്ക് വകയില്ലാഞ്ഞിട്ടല്ല, അതിന്റെ നഷ്ടപരിഹാരമാണ് ഞാൻ എന്റെ അച്ഛനോട് ചോദിക്കുന്നത്. ഒരു സെക്കൻഡ് ഹാൻഡിനെ എന്റെ തലയിൽ കെട്ടിവെച്ചതിനുള്ള കോമ്പൻസേഷൻ. മകന്റെ ഗേൾ ഫ്രണ്ട് ആരാണെന്നറിയോ? സീതയില്ലേ? ഞാനും തിരുവനന്തപുരത്ത് കൊണ്ട് കുഴപ്പമായ അവളുടെ അനുജത്തി. ചേച്ചിയുടെ ജോലി എന്താണെന്ന് അറിയാമല്ലോ. വിൻസെന്റ് മകനെന്ന് ഉപദേശിക്കണം. ഈ പോക്ക് നമ്മല്ല.